ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് അധ്യാപകൻ കുട്ടികളോടായ കഥയിലൂടെ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങുകയാണ്. ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം കാണുന്നു. വീട്ടുകാരോടൊപ്പം വന്യജീവി സങ്കേതം കാണാൻ പോവുകയാണ്. കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ എപ്പോഴോ വീട്ടുകാരെ നിന്ന് കൂട്ടം വിട്ടുപോയി. ഒറ്റയ്ക്ക് വഴിതെറ്റി കാട്ടിലൂടെ വിഷമിച്ച് നടക്കുകയാണ്. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. ആകെ ഭയപ്പെട്ട് കരയാൻ തുടങ്ങി. ഒരു കടുവ നിങ്ങളുടെ കരച്ചിൽ കേട്ട് നിങ്ങളെ പിടിക്കാനായി അടുത്തേക്ക് വന്നു. അതുകണ്ട് പേടിച്ച് വിറച്ച് നിങ്ങൾ തിരിഞ്ഞോടാൻ തുടങ്ങി. അപ്പോൾ അതാ പുറകിൽ മറ്റൊരു കടുവ. ചുറ്റും വേറെ കടുവകളും നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി ക്രൂരഭാവത്തോടെ നിൽക്കുന്നു. അപ്പോൾ രക്ഷപ്പെടാൻ നിങ്ങൾ എന്തു ചെയ്യും? അതായിരുന്നു അധ്യാപകന്റെ ചോദ്യം. ക്ലാസ്സിലാകെ നിശബ്ദത. ആരും ഒന്നും പറയാതെ അധ്യാപകന്റെ തുടർന്നുള്ള വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്നൊരു കുട്ടി വിളിച്ചു പറഞ്ഞു, സാർ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ മതി. ക്ലാസ്സിലാകെ ചിരി പടർന്നെങ്കിലും കുട്ടി പറഞ്ഞതിൽ വലിയൊരു അർത്ഥമൊളിഞ്ഞു കിടപ്പുണ്ട്. പലപ്പോഴും പ്രശ്നങ്ങളിൽ തന്നെ തുടരുന്നതാണ് അവയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതിന് കാരണം. ഉറങ്ങുന്നത് തെറ്റല്ല, ഉണരാതിരിക്കുന്നതാണ് പ്രശ്നം. ഉണർന്നിരിക്കുമ്പോഴും ഉറക്കം നടിക്കുന്നത് അതിനേക്കാൾ ഗുരുതരം. ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമുണ്ട്. എന്നാൽ പലരും പരിഹാരത്തിലേക്ക് കണ്ണു തുറന്നു നോക്കാതെ പ്രശ്നങ്ങളിൽ തന്നെ കിടന്ന് ഉഴലുകയാണ്. വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും പറഞ്ഞു വലുതാക്കുക എന്നത് പലരുടെയും സ്വഭാവമാണ്. പ്രശ്നങ്ങളിലുള്ള ഗവേഷണത്തെക്കാൾ പരിഹാരത്തിലേക്കുള്ള കാഴ്ചകൾ ജീവിതത്തിൽ ശീലമാക്കേണ്ടിയിരിക്കുന്നു. പാപത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ഉറക്കത്തിൽ നിന്ന് ഉണരാൻ ദൈവം ഇപ്പോഴും അവസരങ്ങൾ തരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിലെ പാപത്തെക്കുറിച്ച് മറന്നിരുന്ന ദാവീദ് നാഥാൻ പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോൾ അതിൽ നിന്ന് ഉണർന്ന് പാപത്തെ വിട്ടൊഴിയുവാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുന്നു. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളയാതെ ഉണരുക എന്നത് പ്രധാനമാണ്. ഇല്ലെങ്കിൽ എപ്പോഴും ചിന്തകൾ പ്രശ്നങ്ങളിലും പാപത്തിലും മാത്രമായിരിക്കും. 3-ാം ദിവസത്തെ ഉയർപ്പ് എന്ന വലിയ പ്രത്യാശ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. മരണത്തിൽ നിന്ന് പോലും ഒരു ഉണർവ് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. സാധ്യതകൾ അനേകമായി മുന്നിൽ നിൽക്കുമ്പോൾ ഉണരുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ ഉണർന്നേ പറ്റൂ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി. യേശു എൻ്റെ കൂടെ മതി.